സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി, നമ്മുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ പറ്റി പറഞ്ഞൊരു അപരാധം പിടിച്ചൊരു വർത്തമാനം അല്ലേ. ആ ഒരു വർത്തമാനത്തിന് പിന്നാലെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുക്കുകയുണ്ടായി. നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലെ വേർഡ് കാണാപ്പാടം ഇരുന്നുകൊണ്ട് 10 രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിച്ചുകൊണ്ടാണ് രേവന്ത് റെഡ്ഡി ഈ രീതിയിലുള്ള പരാമർശം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ പരാമർശം നടത്തി വലിയ രീതിയിലുള്ള മാസ് BGM ഒക്കെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലൊരു പോരാളിയെ പോലെ മുന്നോട്ട് പോകാമെന്നാണ് രേവന്ത് റെഡ്ഡി വിചാരിച്ചതെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ എവിടെയാണ് തെറ്റിപ്പോയെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ്റെ മുന്നിൽ വന്നതോടുകൂടിയാണ് പെട്ടുപോയത്, അല്ലെ തെറ്റിപ്പോയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ 2 വർഷത്തെ പ്രകടന പത്രിക, അല്ലെ 2 വർഷത്തെ പ്രകടനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ രേവന്ത് റെഡ്ഡി ഏതാണെന്നും എവിടെയുള്ളവരാണെന്നും എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ കണ്ടൊരു പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ 2 വർഷത്തെ പ്രകടനം, വാഗ്ദാനങ്ങളും നിലവിലെ സ്ഥിതിയുമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സൈഡ് നോക്കി അറിയാൻ പറ്റും. സ്ത്രീകൾക്ക് മാസം 2500 രൂപ നടപ്പാക്കിയിട്ടില്ല. 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും പാട്ട കൃഷിക്കാർക്കും വർഷം 15000 രൂപ വീതം നടപ്പാക്കിയിട്ടില്ല. 2 ലക്ഷം പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും, നടപ്പാക്കിയിട്ടില്ല. കർഷക തൊഴിലാളികൾക്ക് വർഷം 12000 രൂപ, നടപ്പാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 12 ലക്ഷം രൂപ, നടപ്പാക്കിയിട്ടില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 ഗ്രാം സ്വർണം, അതും നടപ്പാക്കിയിട്ടില്ല. ഇതാണ് ഈ രേവന്ത് റെഡ്ഡി സർക്കാരിൻ്റെ 2 വർഷത്തെ പ്രകടനം. 10 വർഷമായിട്ടിരിക്കുന്ന LDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ 1% ഒന്നുപോലും ഇവർ നടപ്പിലാക്കിയിട്ടില്ല എന്നത് മാത്രമല്ല, എന്തൊക്കെയോ വലിയ രീതിയിൽ മെഴുകിക്കൊണ്ട് ഞാനിവിടെ വലിയ സംഭവമാണ്, നിങ്ങളവിടെ എന്താണ് ചെയ്യുന്നത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു വിജയ, നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, നിങ്ങൾ മാറും, ന്യൂ ബ്ലഡ് അവിടെ വരട്ടെ, UDF വരും, UDF വന്നാൽ ഞങ്ങൾ അവിടെ എല്ലാം മറിച്ച് വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ രാഷ്ട്രീയ കളികൾ, അല്ലെ എന്തിനാണ് ഇങ്ങനത്തെ വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ടൊക്കെ രേവന്ത് നീ കേരളത്തിലേക്ക് വന്നത്? നിൻ്റെ ഈ പറയുന്ന വൃത്തികെട്ട പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ഈ പ്രവർത്തന രീതികളുമൊക്കെ അങ്ങ് തെലങ്കാനയിലുള്ള തെലുങ്കന്മാരെടുത്ത് വെച്ചാൽ പോരായിരുന്നു. എന്തിനാണ് ഈ ആണൊരുത്തൻ്റെ മുന്നിലേക്ക് വന്നത്? അതുകൊണ്ട് തന്നെ രേവന്തിന് കിട്ടാനുള്ളതെല്ലാം കിട്ടി, രേവന്തിന് കിട്ടി ബോധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രേവന്തിനെ ചാനൽ ചർച്ചകളിൽ സ്വരാജ് അടക്കമുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവന്ത് റെഡ്ഡിക്കും മറുപടിയുമായിട്ട് MV നികേഷ് കുമാർ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രേവന്ത് റെഡ്ഡിക്ക് വേണ്ടിയിട്ട് അനുകൂല നിലപാടുമായിട്ട് VD സതീശൻ വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ നിങ്ങളെ ആരെങ്കിലും എടാ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് വീട്ടിൽ പോയിരുന്ന് പെണ്ണുമ്പിള്ള എടുത്ത് പരാതിയും പറഞ്ഞ് കരയുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അതുപോലെയല്ല മറ്റുള്ള ആണുങ്ങൾ. മൂക്കിന് താഴെ മീശ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാനുള്ള ആർജവും ധൈര്യവും ഏത് സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിലും ആണൊരുത്തിനുണ്ട്. അത് ചോദിക്കാൻ ധൈര്യം മാത്രമല്ല, അത് ചോദിക്കുക തന്നെ ചെയ്യും. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ചോദിക്കും. അല്ലാതെ പല തന്തയ്ക്ക് ഉണ്ടായവന്മാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ച് മിണ്ടാതെ ഒരു സൈഡിലേക്ക് ഒളിച്ചിരിക്കും. എന്നിട്ട് പല റീസൺസ് കണ്ടുപിടിക്കും. ഈ പറഞ്ഞവനിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞവനെ എങ്ങനെ നേരിടാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് പല റീസൺസ് മെനഞ്ഞെടുക്കും. കൊള്ളാവുന്നതും കൊള്ളാത്തതുമായിട്ടുള്ള പല റീസൺസ് എടുക്കും. എന്നാൽ ആണത്തമുള്ളവൻ എന്താ ചെയ്യുന്നത്? നേരിട്ട് അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കുകയോ നേരിട്ട് അവൻ്റെ മുന്നിൽ പോയി നിൽക്കുകയോ ചെയ്യും. അതിന് ഉറപ്പില്ലാത്തവന്മാർ ഇങ്ങനെ ഒളിപ്പോരും നടത്തിക്കൊണ്ട് ഇരിക്കും, VD സതീശനെ പോലെയുള്ള. അപ്പം അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകളാണ് മുഖ്യമന്ത്രിയോട് അനുകൂലമായിട്ടുള്ള നിലപാട് കൊണ്ടും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികൂലമായിട്ടുള്ള നിലപാട് കൊണ്ടും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പ്രതികൂല നിലപാടുള്ളത് ആർക്കാണെന്ന് നമുക്കറിയാം, അത് UDFനാണ്. അപ്പോൾ ഇത്രയും രീതിയിൽ ഒരു കോപ്പും ആ തെലങ്കാനയിൽ ചെയ്യാൻ സാധിക്കാത്തവനാണ് വന്നിട്ട് പറയുന്നത് കേരളത്തിൽ ഇത് ഞങ്ങൾ വരട്ടെ, ഞങ്ങളവിടെ അങ്ങ് മറിച്ച് തരാമെന്ന്. കേരളത്തിൽ മറിച്ചതിൻ്റെ ഒന്നും കണക്കുകളില്ല രേവന്ത് റെഡ്ഡി, അതാദ്യം നിങ്ങളൊന്ന് അന്വേഷിക്കണം. വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തി. ഇന്ന് ആ പണത്തിൻ്റെ എവിടെയാണ് ആ പിരിച്ച പണം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. പണത്തിൻ്റെ അളവ് എത്രയാണ്, ആ പണം എങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചത്, എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കൊടുക്കാൻ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് നിങ്ങളുടെ ഈ പറയുന്ന വലതുപക്ഷം, അല്ലെ നിങ്ങളുടെ ഈ കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം, ആ ചിഹ്നത്തിലിരിക്കുന്ന ആളുകൾ. അതൊന്നും പറയാതെ നിങ്ങളെന്തോ വലിയ രീതിയിൽ മറിക്കാൻ പോവുകയാണ്, നിങ്ങളാണ് ഈ നാടിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലാണ്. ഞാൻ വേറൊരു പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ മുഖ്യമന്ത്രിയെപ്പറ്റി ഈ പറയുന്ന രേവന്ത് റെഡ്ഡി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ മുഖ്യമന്ത്രിയും പിണറായി വിജയനും തുല്യ സഹോദരന്മാരാണ്.
ഈ പുറത്തുള്ള, അതായത് ഗുജറാത്തിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് മോദി എന്ന് പറയുന്ന ഒരു സർക്കാർ ഇരിക്കുന്നു, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനിരുന്ന് മത്സരിക്കുന്നു, അല്ലെങ്കിൽ സഹോദരനിരുന്ന് ഭരിക്കുന്നു എന്നായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. ആ പരാമർശത്തിന് ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടത് ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നത് രേവന്ത് റെഡ്ഡി കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്. മോദി എൻ്റെ വല്യേട്ടനെ പോലെ തെലങ്കാനയെ ഗുജറാത്ത് മോഡലാക്കണമെന്നാണ് ആഗ്രഹം. കേരള മോഡലിനെ പരിഹസിച്ച രേവന്ത് റെഡ്ഡി 2024 പറഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ സൈഡ് നോക്കി അറിയാൻ പറ്റും. മോദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രിയെ പറഞ്ഞത്. മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലും അങ്ങ് മറ്റ് രാജ്യത്ത് കിടന്ന് ഭരിക്കുന്ന ഒരു മോദിയും, ഈ രണ്ടുപേരും തുല്യ സഹോദരന്മാരാണെന്ന് പറഞ്ഞവനാണ് ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇവിടെ തന്നെ അവൻ്റെ നിലപാടുകളും നിലവാരങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. അല്ലേ, ഇനിയും കൂടുതൽ പറയേണ്ട ആവശ്യകതയില്ല. എന്നാലും രേവന്ത് റെഡ്ഡിയെ പറ്റി നമുക്ക് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന പോസ്റ്റ് കൂടി ഒന്ന് കണ്ടു നോക്കാം. രേവന്ത് റെഡ്ഡിയെ വലിച്ചു കയറിക്കൊണ്ട് തന്നെ മാത്തു സജി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണല്ലേ, ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അവിടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. തോന്നിയവാസം, പച്ചയ്ക്ക് തോന്നിവാസം എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ തെലുങ്ക് പഠിക്കാനും പോകുന്നില്ല, മലയാളം പഠിക്കാനും പോകുന്നില്ല. ലെറ്റർ ഹെഡിൽ, ഒരു മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നീ എന്ന മലയാളം പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ സിനിമ ഡയലോഗ് അടിക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്നാള് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടുന്ന് എനിക്ക് മുണ്ടും മുറുക്കി കൊടുക്കാനും അറിയാം, വേണമെങ്കിൽ തെറി പറയാൻ അറിയാന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു പോയി പണി നോക്കാൻ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അത് ഡു യുവർ ജോബ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മലയാളത്തിന് ആരും നിർബന്ധിക്കുന്നില്ലെന്ന്. മലയാളം അറിയാവുന്നവർ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പം നീ പോ മോനെ ദിനേശ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ എന്താണ്, പോ മോനെ എന്താണ്, ദിനേശ എന്താണ് എന്നൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ ആരും തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ച് പറഞ്ഞതല്ല എന്നുള്ളതൊരു കാര്യം. നോക്കൂ, ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെ ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നപ്പം ഉപയോഗിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്ക് തമിഴ് വളരെ കൃത്യമായിട്ടൊന്നും അറിയില്ല. അവന്മാരുടെ അപ്പൻ വീട്ട് സ്വത്താ നമ്മ കേട്ടെ എന്നാ തിരിച്ചു ചോദിച്ചത്. നിന്റെ അച്ഛൻ്റെ സ്വത്താണോ ഞാൻ തേടിയത് എന്നാണ് മലയാളത്തിൽ നമുക്കതിനെ പരിഭാഷപ്പെടുത്താൻ കഴിയുക. അപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ നോക്ക്, നീ പോമോനെ ദിനേശ എന്നുള്ള സിനിമ ഡയലോഗാണ്. ഈ ഡാഷ് മോനെ എന്നുള്ളത് സിനിമ ഡയലോഗല്ല, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നോക്കൂ, അനുവാദം ഒരാൾ ലംഘിച്ചാൽ എനിക്ക് അനുവാദത്തിലേ മറുപടി കിട്ടൂ എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സിനിമ ഡയലോഗ് നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ പിണറായി വിജയൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിനിമ ഡയലോഗ് ഞാൻ പറഞ്ഞു തരാം. ഇഫ് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ്. കണ്ടില്ലേ, മാത്തു സിജി പറഞ്ഞത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം തന്നെയാണ്. സിനിമ ഡയലോഗിൽ തന്നെ മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മാത്തു സിജി പറയുന്നത്. അതായത് ഇഫ് യു ആർ ബാഡ് ഐ ആം യുവർ ഡാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷിന്റെ ആ സിനിമയിലെ ഡയലോഗ് പറയണമെന്നാണ് മാത്തു സിജി പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ കൊടുത്തിരിക്കുന്ന മറുപടിക്ക് അപ്പുറത്തേക്ക് വേറൊന്നും കൊടുക്കാനില്ല. നിനക്കുള്ള പണി ഞാൻ തരാടാ ഡാഷ് മോനെ രേവന്തേ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എന്നിട്ട് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് തരും, ഇപ്പോഴല്ല, കുറച്ച് സമയം എടുക്കട്ടെ, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ രേവന്തേ എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ വികസനങ്ങളും വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും അതിൻ്റെ തെളിവുകളുമാണ്. എന്നാൽ രേവന്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മൂലം താങ്ങികൾക്കും ഒക്കെ പറയാനുള്ളത് എന്തായിരിക്കും? വികസനങ്ങളല്ല, രാഷ്ട്രീയവും ജാതിയും മതവും ഇതൊക്കെയായിരിക്കും ഇവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അത് തന്നെ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും അവരെ കൊണ്ട് ചെയ്യാനുമില്ല, ചെയ്യാനായിട്ട് അവരെ കൊണ്ട് അറിയത്തുമില്ല. അതാണ് വേറൊരു വസ്തുത. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു വേറൊരു പോസ്റ്റിൽ ഞാൻ നിങ്ങളെ എം സ്വരാജ് എന്താണ് രേവന്ത് റെഡ്ഡിക്ക് കൊടുക്കുന്ന മറുപടി എന്നൂടെ കാണിച്ചു തരാം. അവിടെ കണ്ടിട്ട് നമുക്ക് ബാക്കി അദ്ദേഹത്തിന്റെ കത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല. പ്രസംഗത്തിൽ തലേദിവസം പറഞ്ഞു, നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്. എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. പകരം ഞങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്നാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയാണ്. അതേപോലെ ഇവിടെയും ആക്കാനാണോ അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ഭരിക്കാൻ ഉപയോഗിക്കട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വരുന്നതാണ് ഉചിതം. ഇപ്പോ പ്രതികരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ്. അതിന്റെ ഒരു ഔദ്യോഗിക സ്വഭാവമില്ലേ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ.
കണ്ടില്ലേ, ഇതിൽ വേറൊരു വീഡിയോ, ഇതിപ്പം എം സ്വരാജ്, നമുക്കറിയാം എല്ലാ തവണയും എം സ്വരാജ് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ട് നോക്കി കണ്ടും മാത്രമേ മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട വേറൊരു പോസ്റ്റിൽ അതിൽ പറയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തെലങ്കാനയുടെ ക്ഷേമത്തിന് 6 ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയൊന്നു പോലും രേവന്ത് റെഡ്ഡി നടപ്പിലാക്കിയിട്ടില്ല. അതേ തന്ത്രവും കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലും ഇറങ്ങിയിരിക്കുന്നത്. കെ കവിത എന്ന് പറയുന്ന BRS നേതാവ്, തെലങ്കാനയിലുള്ള BRS നേതാവ് ഈ ഒരു പരാമർശവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു കോപ്പും ചെയ്യാനുള്ള ധൈര്യമോ ഒരു കോപ്പും ഈ നാടിന് വേണ്ടി ചെയ്തിട്ടോ ഇല്ലാത്ത ഒരാളാണ് കേരളത്തിൽ എന്തൊക്കെയോ മലർത്തുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ കേരളത്തിൽ എന്തൊക്കെയോ അങ്ങ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വെട്ടിയും കിടക്കൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ, അല്ല അങ്ങനെ ഒരാൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ കൂടെയുള്ള ആളുകൾക്ക് എത്രത്തോളം വിമുഖത ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയെ പറ്റി ഉണ്ടെന്നുള്ളത്. സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരുത്തൻ കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ വീമ്പിളക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, എടാ തെലുങ്ക, കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് നിന്റെ തെലുങ്കന്മാരെക്കാൾ അധികം ബുദ്ധിയുണ്ട്. നീ കാരണമാണ് എനിക്ക് അവരെ കൂടെ കുറ്റം പറയേണ്ടി വരുന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന നീ ഇവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള പരാമർശം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇന്നിപ്പോൾ ആരാണ് നാണം കെട്ടിരിക്കുന്നത്? വീടിന് പുറത്തേക്ക് പോലും നേരെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? പിണറായി വിജയനാണോ? അല്ലെ പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്കാണോ? ഒരിക്കലും അല്ല. പിണറായി വിജയനെ നീ ഇത് പറഞ്ഞതോടുകൂടി പിണറായി വിജയൻ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സ്വീകാര്യത പിണറായി വിജയന് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ പോലെ അത്രയും ഉയരവും വിലയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പിണറായി വിജയനെ കുറ്റം പറയാൻ നോക്കിയപ്പോൾ, അല്ലെ പിണറായി വിജയൻ്റെ പാർട്ടിയെ കുറ്റം പറയാൻ നോക്കിയപ്പോൾ അതിൽ മുഖം നോക്കാതെ തിരിച്ച് മറുപടി കൊടുത്തിട്ട് പിണറായി വിജയനെ നമുക്കറിയാം ഇരട്ടച്ചങ്ങനെന്നല്ല നമ്മളെല്ലാവരും എല്ലായ്പ്പോഴും വിളിക്കുന്ന പിണറായി വിജയൻ അപ്പം കൊടുത്തിട്ട് മറുപടി അതിനുള്ള ആരോഗ്യമൊന്നും ആ തടിക്കില്ല എന്നാണ്. അങ്ങനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് മറുപടി കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി നിന്നെപ്പോലെ എവിടെ കിടക്കുന്നൊരു തുക്കട മുഖ്യമന്ത്രി വന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുമെന്നാണ് നീ വിചാരിച്ചത്? ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കാണാപ്പാടം പഠിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ UDFൻ്റെ അണ്ണാക്കിലും അന്നനാളത്തിലും കിട്ടി നിറഞ്ഞ് ബോധിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ രീതിയിൽ തന്നെ കേരളത്തിനെതിരെ ഏതോ വന്നാലും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ഭരണകർത്താവിനെ നമുക്ക് ആവശ്യമാണ്. കേരളത്തിനെന്നല്ല, ഏതൊരു സ്ഥലത്ത് ഏതൊരു രീതിയിൽ ഇങ്ങനെയുള്ള മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഒരുത്തം വന്നിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി തന്നെ അതിനെ നേരിടണം. ആ ഒരു ഐക്യം നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ വിഷയം വന്ന സമയത്ത് കാണാൻ സാധിച്ചു, അല്ലെ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വിഷയം വന്നപ്പോൾ കാണാൻ സാധിച്ചു. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലായ്പ്പോഴും വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക എന്നോട് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.